എന്താണ് കോടതിയുടെ വിധി എന്താണോ അറിയില്ല. പക്ഷേ ശ്രീ ദിലീപിനോട് കൺസിസ്റ്റന്റ് ആയി കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി അനുകൂലമായ സമീപനം എടുത്ത് ഇവരുടെ കയ്യിലൊന്നുമില്ല. ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. എന്ത് സീരിയസ് ആയ കേസാണ്, ആലോചിച്ച് നോക്കി. ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് എന്താ പോലീസ് അന്വേഷിക്കാത്തെ? 2 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ച കേരള പോലീസിനാണോ അതിജീവിതയുടെ വിഷയത്തിൽ ശ്രീ ദിലീപിനെ വലിച്ചിടാൻ ബുദ്ധിമുട്ട്? എന്താ പറയണേ, യാതൊരു ബന്ധവുമില്ല. ചുമ്മാ ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് ഈ 8-ാം തീയതി തിരിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 8 വർഷത്തിനിപ്പുറം അപൂർവങ്ങളിൽ അപൂർവമായ ആ കേസിന് വിധി പറയാനൊരുങ്ങുകയാണ്. ഡിസംബർ 8 നടിയെ ആക്രമിച്ച അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ വിധി വരാൻ പോകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ദിലീപ് അകത്തേക്കോ പുറത്തേക്കോ എന്തായിരിക്കും ദിലീപിന്റെ ഭാവി എന്നതടക്കമുള്ള സംശയങ്ങൾ, ചോദ്യങ്ങളാണ് ഉയരുന്നത്. നിലവിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഒരു വിഭാഗവും ദിലീപ് ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന മറുവിഭാഗവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ദിലീപ് നിരപരാധിയാണ് എന്നുള്ള തരത്തിലാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ മലയാളി വാർത്തയോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുകയാണ്. സർ, കഴിഞ്ഞ 8 വർഷമായിട്ട് ആരാധകർ ഉൾപ്പെടെ രാഷ്ട്രീയ കേരളം ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ് വരാൻ പോകുന്നത്. ഡിസംബർ 8 ദിലീപ് കേസിൽ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിരിക്കും എന്ന് പറയുന്നു. ഈ ഒരു കേസില് അവസാനം, അതായത് തുടക്കം മുതൽ തന്നെ ഒരു നാടകീയതയും സിനിമ സ്റ്റൈലിലുള്ള ഒരു കേസായിട്ട് മാറിയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ സാർ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ പങ്കുവച്ചത് കണ്ടു. അതായത് ദിലീപിന് ഇതിൽ നിന്ന് അവസാനമായിട്ടൊരു രക്ഷ കിട്ടാൻ പോകുകയാണെന്ന് കണ്ടു. അതിനിടയിൽ തന്നെ അതിജീവിതയ്ക്ക് നീതി വേണമെന്ന് പറയുന്നു. അതെങ്ങനെ ഇത് രണ്ടും കൂടെ ഒരേപോലെ പോകുന്നത്? ഇത് രണ്ടും ഒന്നാണ്. അതായത് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ പൾസർ സുനിയും കൂട്ടാളികളും ശിക്ഷിക്കപ്പെടണം. അതിജീവിതയ്ക്ക് നീതി, പൾസർ സുനിക്ക് ശിക്ഷ, ദിലീപിന് കള്ളക്കേസിൽ നിന്ന് മോചനം. ഇത് മൂന്നും ഒരേപോലെ സംഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിലേക്ക് ദിലീപിനെ വലിച്ചത്. അതായത് ശ്രീ ദിലീപ് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശ്രീ ദിലീപ് നമ്മുടെ അതിജീവിതയെ പിന്തുണയ്ക്കുകയും മറ്റും ചെയ്തതാണ് എറണാകുളത്തെ സമ്മേളനത്തിൽ. അതെല്ലാം മാസങ്ങൾക്ക് ശേഷം യാതൊരു തെളിവില്ലായ്മയുടെയും ഒരു തെളിവിന്റെയും പിൻബലമില്ലാതെ തെളിവില്ലായ്മയോടുകൂടി ശ്രീ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു. ഇതുവരെ എന്തെങ്കിലും പ്രസക്തമായ കാര്യങ്ങൾ പൊതു ഡൊമൈനിൽ വന്നോ? ഇനി നമുക്കറിയാത്ത കോടതിയിൽ ഉള്ളിലുണ്ടോ എന്നറിയില്ല. എന്തായാലും പൊതു ഡൊമൈനിൽ വന്ന എന്ത് കാര്യമാണ് ശ്രീ ദിലീപിനെയും ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത്? അപ്പോൾ ദിലീപിനെ വേട്ടയാടുകയാണ് ഉണ്ടായിരുന്നത്. എന്താണ് കോടതിയുടെ വിധി എന്താണോ അറിയില്ല. പക്ഷേ ശ്രീ ദിലീപിനോട് കൺസിസ്റ്റന്റ് ആയി കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി അനുകൂലമായ സമീപനം എടുത്ത് ഇവരുടെ കയ്യിലൊന്നുമില്ല. ഈ ഒന്നുമില്ലാതെ ഒരാളെ എങ്ങനെ ശിക്ഷിക്കും? ആരെങ്കിലും പറഞ്ഞു എന്ന് ശിക്ഷിക്കാൻ പറ്റുമോ? 2 അതിജീവിതയ്ക്ക് ശ്രീ ദിലീപാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അതിജീവിതയ്ക്കും അത് അറിയില്ലല്ലോ. അപ്പോ പൾസർ സുനി പറഞ്ഞു, ഒരു കൊടും ക്രിമിനൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരാളെ അങ്ങനെ തെളിവുകളില്ല നമുക്ക് ശിക്ഷിക്കാനാവില്ല. സാർ, അപ്പം ദിലീപ് പൂർണ്ണമായിട്ട് ഇതിൽ നിരപരാധിയാണ് എന്നുള്ള നിലപാടിലാണ് സാർ ഉറച്ചു നിൽക്കുന്നത്? അതെ. ഇത് ശ്രീ ദിലീപിനെതിരെ ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ കടുകുമണിയോളം പോലും തെളിവ് വന്നില്ല. ഡ്രാമ കാണിച്ച് ജയിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. മാഡത്തിന് ഇതിന് വിശ്വസിക്കാനായി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് ഉണ്ടായിരുന്നില്ലേ? അതെന്താ ഇപ്പൊ ആരും അന്വേഷിക്കാത്തെ? ആ കേസിനെ കുറിച്ച് എന്തെങ്കിലും ഇത്രയും വർഷമായി കേട്ടിട്ടുണ്ടോ? ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. എന്ത് സീരിയസ് ആയ കേസാണ്, ആലോചിച്ച് നോക്കി. ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് എന്താ പോലീസ് അന്വേഷിക്കാത്തെ? 2 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ച കേരള പോലീസിനാണോ അതിജീവിതയുടെ വിഷയത്തിൽ ശ്രീ ദിലീപിനെ വലിച്ചിടാൻ ബുദ്ധിമുട്ട്? ഈ 2 മാഡം കാവ്യയാണെന്നും കാവ്യ മാധവൻ ഇതിന്റെ പിന്നിലാണെന്നും ഇടയ്ക്ക് കഥയടിച്ചിറക്കിയില്ലേ? എന്തായി? കാവ്യയുടെ അമ്മയാണ് ഇതിന്റെ പിന്നിലെന്ന് കഥയടിച്ചിറക്കിയില്ലേ? അതോടൊപ്പം നമ്മുടെ ഇപ്പം നമ്മളോടൊപ്പം ഇല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് മോശം പറയുന്നില്ല. ശ്രീ ബാലേന്ദ്രകുമാർ നമ്മളെ വിട്ടുപോയി. അദ്ദേഹം അടക്കം ദാവൂദ് ഇബ്രാഹിം ഇതിന് ബന്ധമുണ്ട്, NIA ബന്ധമുണ്ട്, ഗോൾചന്ദ് എന്തൊക്കെ കഥകൾ പറഞ്ഞു. എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം കള്ളത്തരമാണ്. നമ്പി നാരായണന് ശേഷം കേരളത്തിൽ ഏറ്റവും വേട്ടയാടൽ നേരിടപ്പെട്ട വ്യക്തിയാണ് ശ്രീ ദിലീപ്. അദ്ദേഹത്തിന് നീതി കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ.
ഇതിലിപ്പോ അവസാനമായിട്ട് PT തോമസ് ആണല്ലോ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണ് ഉമാ തോമസ് ഇന്നൊരു പ്രതികരണം നടത്തുന്നതായിട്ട് കണ്ടു. അതായത് ചില സമയത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PT തോമസിന് മേൽ സമ്മർദ്ദം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസ് സ്ട്രോങ് ആകുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാറ് തടഞ്ഞു വെച്ച് വീല് അഴിച്ചു മാറ്റുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിന് പിറകിലുള്ളത് ഒരു നിസാരമായിട്ടുള്ള ഒരു സംഘമല്ല എന്നത് വ്യക്തമാണല്ലോ. എന്ത് കാര്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, PT തോമസിന്റെ കാർ തടഞ്ഞു വെച്ചിട്ട് ആർക്ക് എന്ത് ഗുണം ഉണ്ടാവാനാണ്? ഉമാ തോമസ് നേരത്തെ വിശ്വാസമാണ്. PT സാറിനെ എനിക്ക് വ്യക്തിപരമായി അറിയായിരുന്നു, എന്നെ വ്യക്തിപരമായി അറിയായിരുന്നു, എന്നോട് വളരെ കരുണ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെ സന്തോഷം, സത്യം. പക്ഷെ PT തോമസിന്റെ കാർ തടഞ്ഞു വെച്ചിട്ട് എന്ത് ആർക്ക് നേടാനാണ്? നമ്മൾ കഥ ഉണ്ടാക്കുമ്പോൾ ആ കഥയിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? എന്തെങ്കിലും കാര്യമുണ്ടോ PT തോമസിന്റെ ഇതുണ്ടായിട്ട്? അപ്പൊ ഇതൊന്നും യാതൊരു കാര്യവുമില്ല, ചുമ്മാ പറയുവാണെങ്കിൽ. ചുമ്മാ കഥ ഉണ്ടാക്കാനും ഡ്രാമ ഉണ്ടാക്കാനും പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു DGP, കേരള പോലീസിന്റെ DGP ശ്രീ ദിലീപിനെ കൊടുക്കാൻ വ്യാജ ഫോട്ടോഷോപ്പ് വരെ പോലീസുകാർ ചെയ്തു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. വ്യാജ ഫോട്ടോഷോപ്പ് വരെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പം എന്തായാലും ഇതൊന്നും കോടതി നിലനിൽക്കില്ല. ഇനി കോടതി എത്രമാത്രം അപമാനിച്ചു? ആ ജഡ്ജിയുടെ മോളെ വരെ അപമാനിച്ചില്ലേ? 12 വയസ്സുള്ള മോളെ വരെ ഇവരെ അപമാനിച്ചില്ലേ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനിയും നമ്മുടെ അതിജീവിത അഡ്വക്കേറ്റ് പറഞ്ഞിട്ടല്ലേ ഈ വനിതാ ജഡ്ജിയെ കൊണ്ടുവന്നത്? അപ്പൊ എന്താ അവര് ചെയ്യാൻ പറഞ്ഞ എല്ലാം ചെയ്തു കൊടുത്തില്ലേ? വേറെ എന്താ ഇനി ചെയ്യേണ്ടത്? അപ്പോൾ ഈ വരുന്ന 8-ാം തീയതി ദിലീപ്, ഇപ്പൊ നമ്മൾ തുടക്കം മുതലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ദിലീപിന് ഗൂഢാലോചനയിൽ ശിക്ഷ കിട്ടുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലെന്നാണ് സാർ പറഞ്ഞു വരുന്നത്. ഈ ദിലീപിന് ഈ വിഷയത്തുമായി കാട്ടുക്ക് മണിവോ ബന്ധമില്ല. ഈ ദിലീപിന് ഈ വിഷയങ്ങളുമായി എന്താ പറയണേ, യാതൊരു ബന്ധവുമില്ല. ചുമ്മാ ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് ഈ 8-ാം തീയതി തിരിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ, ഇതിൽ മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ദിലീപ് ഇതിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി ഈ ഒരു കേസിന്റെ വിധി വരുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ്. അപ്പോൾ ഈ ഒരു വിധി തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അറിയില്ല. ദിലീപ് അങ്ങനെ പ്രകടമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമൊന്നുമല്ല. പക്ഷേ കപട പുരോഗമനവാദവും കപട ഫെമിനിസവും പറയുന്നവർ എന്നും ഓർക്കണം, നമുക്ക് നേരെയും ഇതേപോലെ വ്യാജ കേസുകൾ വരാമെന്ന്, നമുക്ക് നേരെയും ഇതേപോലെ ഒരുപാട് വിഷയം വരാമെന്ന്. നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു കള്ള പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. മലയാള സിനിമാ മേഖലയിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ കൂട്ടായ്മയുടെ രൂപവൽക്കരണത്തിനടക്കം കാരണമായിട്ടുള്ള ഒരു അതിക്രമമായിരുന്നു ഇത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ ഹേമ കമ്മിറ്റി അടക്കം നിയമിക്കുന്ന ഒരു കേസായിരുന്നു ഇത്. വളരെ നിർണായകമായിട്ടുള്ള കേസ്. ഏകദേശം 2017 കാലഘട്ടത്തിലാണ് ഈ ഒരു കേസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവം നടക്കുന്നത്. കേസ് 2018 വിചാരണ തുടങ്ങുകയും ചെയ്തു. കോവിഡ് ലോക്ക്ഡൌൺ മൂലം 2 വർഷത്തോളം വിചാരണ തടസ്സപ്പെട്ടു. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധിയൊന്നും പാലിക്കാൻ കഴിയാതെ വന്നു. അതിജീവിത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തന്നെ തുറന്നു പരിശോധിക്കപ്പെട്ടു എന്നതടക്കമുള്ള വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ള പൾസർ സുനി എന്ന് പറയുന്ന പ്രതി ദിലീപുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിൽ വിവാദത്തിലേക്ക് വരുന്നു. ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിന്റെ കരിയറിൽ വലിയ ഇടിവാണ് സംഭവിച്ചത്. സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുണ്ടായിരുന്ന ദിലീപിന്റെ സിനിമകളെല്ലാം തന്നെ പിന്നീട് വിജയിക്കാതെ പോകുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായി. ദിലീപ് കുറ്റക്കാരനാണ് എന്ന് മഞ്ജു വാര്യരടക്കം പറഞ്ഞതായിരുന്നു ഈ കേസിൽ ദിലീപിനുണ്ടായ തിരിച്ചടി. എന്തായാലും ഈ നിർണായകമായിട്ടുള്ളൊരു കേസ്, അതിന്റെ വിധി വരാൻ പോകുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രേക്ഷകരും അതുപോലെ തന്നെ കേരള സമൂഹവും കാത്തിരിക്കുന്ന ഒരു വിധി അത് തന്നെയാണ് വരാൻ പോകുന്നത്.